നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയിലല്ല. എന്താണ് പ്ലാൻ, എന്ത് ജോലിയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മിക്കവാറും പറയാൻ പോകുന്ന ഡയലോഗ് എന്തെങ്കിലും ഒരു ജോലി എന്ന. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. കാരണം ഗവൺമെൻറ് ജോലി കിട്ടിയ ലൈഫ് സേഫ് എന്നല്ലേ. ശരിക്കും എന്തെങ്കിലും ജോലി എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ വഴി നിന്നിട്ടേ ഏതെങ്കിലും ഒരു ബസ്സിന് കൈ കാണിച്ചിട്ട് ചാടി കയറുന്നതിന് തുല്യാന്ന് പറയും. അപ്പോൾ കണ്ടക്ടർ ചോദിക്കും എങ്ങോട്ടാന്നോ? അങ്ങനെയൊന്നുമില്ല, എവിടെ വേണമെങ്കിലും പോകാൻ റെഡിയാ. ആ കണ്ടക്ടർ നല്ല മനുഷ്യൻ വിചാരിക്കുക, ഒരു മനുഷ്യപ്പെട്ടുള്ള മനുഷ്യനാണെങ്കിൽ പറയും, മോനെ നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത സ്റ്റോപ്പ് ഇറങ്ങിക്കോ, എന്നിട്ട് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് ആലോചിക്ക്, അതിനുശേഷം എവിടെ പോകണമെന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ആ ബസ്സിൽ കയറി പോകാൻ പറയും. ഇനി അതേ സമയത്ത് ആ കണ്ടക്ടർ ക്രൂക്ക്ഡ് ആണെങ്കിലോ, ആ ബസ് പോകുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് വരെയുള്ള ടിക്കറ്റ് എടുപ്പിച്ച് അവിടുന്ന് പൈസയും മേടിച്ച് ആ വ്യക്തിയുടെ എനർജി മുഴുവൻ ഊറ്റിയിട്ട് അവിടെ കൊണ്ട് ഇറക്കി വിടും. ചില ആൾക്കാർ ജോലിക്ക് കയറുമ്പോൾ അതാ സംഭവിക്കുന്നത്. നമ്മുടേതല്ലാത്തൊരു മേഖലയിൽ കയറി ജോലിക്ക് കയറിയിട്ട് പെൻഷൻ ആകുന്ന സമയത്ത് അയ്യോ എൻ്റെ മേഖല ഇതല്ലായിരുന്നു, ഇത്രയും കാലം ജോലി ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല, ആവശ്യത്തിന് സമ്പാദിക്കാനും പറ്റില്ല എന്ന് കരയുന്നത് കാണാം. സത്യത്തിൽ ആദ്യം ഇറക്കി വിട്ട ആ കണ്ടക്ടറില്ലേ, ആ കണ്ടക്ടർ ദൈവദൂതനാണ്. അത് നിങ്ങളുടെ ആദ്യ ഇൻ്റർവ്യൂവിന് നിങ്ങളെ പുറത്താക്കിയ വ്യക്തിയാണ്. അന്ന് പുറത്താക്കിയപ്പോൾ അയ്യോ എനിക്ക് ഈ ജോലി കിട്ടിയില്ല, കൂട്ടുകാർക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് കരഞ്ഞു. സത്യത്തിൽ അന്ന് അവിടെ ഇറക്കി വിട്ടതുകൊണ്ടാണ് പിന്നീട് ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമുക്ക് പോകാനായിട്ട് സാധിച്ചു. ചില ജോലികൾ നിങ്ങൾക്ക് കിട്ടാതെ പോയത് നിങ്ങളുടെ യഥാർത്ഥ കഴിവിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായകരമായിട്ടുണ്ട്. ഒന്ന് മാറി ചിന്തിച്ചാൽ മതി. ചില ടെസ്റ്റുകൾ എഴുതി കിട്ടാഞ്ഞത് നന്നായി. നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, എത്തേണ്ട മേഖലയിലേക്ക് വേണം പോകാൻ. അതിനാദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ പർപ്പസാണ്. രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ യുണീക്നെസ്സാണ്. ആ സ്കില്ലാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. ഹഗ് ഇൻ്റർനാഷണൽ ലക്ഷ്യം എന്നുള്ളത് നിങ്ങളുടെ സ്കിൽ എന്താണോ ആ സ്കില്ല് കണ്ടെത്തി വളർത്താനുള്ളതാണ്. എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരണം. അതിനുവേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും വേണ്ടി ജീവിക്കാനുള്ളതല്ല, നമ്മുടെ സ്കില്ലിനനുസരിച്ച് ജീവിക്കാനുള്ളതാണ്.